ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. ഈ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് തേവയ്ക്കൽ മെയിൻ ജംഗ്ഷനിലേക്ക് ബസ് റൂട്ടിലേക്കൊക്കെ എത്തണമെങ്കിൽ വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് വില്ലാസ് ആണ്. ഏകദേശം ഒരു 8-10 വില്ലകളോളമാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു വീട് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കാനിട്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് കിടക്കുന്ന ബാക്കിയുള്ള വില്ലകളൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ഈ കാണുന്ന ഒരു വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ തേവയ്ക്കൽ ഭാഗത്തൊക്കെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടുകൾ ഒരുപാട് നമ്മൾ ഇതിനകത്ത് വീഡിയോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വീഡിയോ ഒക്കെ കണ്ട് വീട് പർച്ചേസ് ചെയ്യാൻ എത്തിയപ്പോഴേക്കും ആ വീടുകൾ സെയിലായി പോയിരുന്നു. അപ്പൊ ഇതുപോലെ ഭംഗിയുള്ള ഇന്റീരിയറോട് കൂടിയിട്ടും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടും ചെയ്യുന്ന വീടുകൾ പെട്ടെന്ന് തന്നെ സെയിലായി പോകും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക, ഈ ഒരു ഭംഗിയുള്ള വീട് സ്വന്തമാക്കുക. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഏകദേശം 8-10 വില്ലകളാണ് വരുന്നത്. അവയെല്ലാം പല പ്രൈസ് റേഞ്ചുകളുള്ളതാണ്. അവയുടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ, അതായത് നമ്മുടെ ഗേറ്റിന്റെ കുറച്ച് വർക്കുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കുകളാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഈ വീട് സെയിലായി പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് വീഡിയോ എടുത്തത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഏകദേശം ഒരു 10 വില്ലകളോളൊക്കെ വരുന്ന വില്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം വീടുകളുടെ ഒന്നും വർക്കുകൾ ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല. പലതും ഇപ്പോൾ ആ ഫൈനൽ സ്റ്റേജിനോട് അടുത്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഫിനിഷ് ആയിട്ടുള്ള ഒരു വീട് മാത്രമാണ് നമ്മൾ അതുകൊണ്ട് ഇത് പരിചയപ്പെടുത്തുന്നത്. ഇനി ഫ്യൂച്ചറിൽ ആ വീടുകളൊക്കെ പണി കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് മെയിൻ റോഡ്, അതായത് തേവയ്ക്കൽ നിന്നുള്ള മെയിൻ റോഡ് വരുന്നത് ടാറിട്ട റോഡാണ്. ആ റോഡ് കഴിഞ്ഞാൽ ഈ വില്ലകളിലേക്കുള്ള വഴി ഏകദേശം പകുതിയോളം വരെ നമുക്ക് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നും ബാക്കിയുള്ള വഴികളും കൂടിയാണ് നമുക്കൊരു ഇന്റർലോക്കിംഗ് ടൈല് വിരിക്കാനുള്ളത്. അതെന്താണ് വിരിക്കാത്തതെന്ന് വെച്ചാൽ ബാക്കിയുള്ള വർക്കുകളൊക്കെ മറ്റുള്ള വീടുകളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് മെറ്റീരിയൽ ഒക്കെ കൊണ്ട് ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നത് കൊണ്ട് ഇപ്പോഴേ ടൈല് വിരിച്ചു കഴിഞ്ഞാൽ റോഡ് മോശമായി പോകും. അപ്പൊ ആ കാണുന്ന വില്ലകളുടെ വർക്കുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ആവുന്നതാണ്. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെ വളരെ മനോഹരമായി നീറ്റായിട്ടും ഇന്റർലോക്കിംഗ് ചെയ്ത ഒരു റോഡ് തന്നെയായിരിക്കും നിങ്ങൾക്കും കിട്ടുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് ഈ കാണുന്നതാണ്. അത്യാവശ്യം നല്ല ഭംഗിയായ എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ നോക്കിയാൽ കാണാം. നല്ല നീളത്തിൽ നീണ്ടു നിവർന്നിരിക്കുന്ന ഒരു വീടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോക്സി ഷേപ്പിലെ വീടാണെങ്കിൽ പോലും അതിന് മുകളിൽ അവർ ഒരു എ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 സൈഡിലേക്കും അവർ ആ ഒരു എ ഷേപ്പ് പോലുള്ള ഒരു ബോർഡറൊക്കെ വെച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്, ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രൊജക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് റെയർ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടാണ് ഈ കാണുന്ന ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് എന്ന് പറയുന്നത് 5.5 സെന്റ് ആണ്. 5.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു വീടെന്നുള്ള മോഹസങ്കല്പത്തിൽ നമുക്കറിയാം മിനിമം 5 സെന്റെങ്കിലും വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും റിക്വയർമെന്റ്. അപ്പോൾ 5.5 സെന്റ് നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതലാണ് ഞങ്ങൾ തരുന്നത്. 5.5 സെന്റിലുള്ള ഒരു വീടാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ മതിലൊക്കെ നോക്കാം. നമുക്ക് അവിടെ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. മതിലൊക്കെ കണ്ടാൽ അറിയാം അത്യാവശ്യം
ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫൈനൽ പെയിന്റിങ്ങുകളും കൂടെ അവിടെ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ആ മതിലിനൊക്കെ ഇടയിൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഒരു സിമന്റ് കളറുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ഗേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു വലിയ മെയിൻ ഗേറ്റ് ആണ്. നമുക്ക് വാഹനങ്ങളൊക്കെ കയറാനായിട്ട് ഈ ഗേറ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ചെറിയ ഗേറ്റ് ഒറ്റ ഒരു പാളിയുടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന മെയിൻ ഗേറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഫുള്ളായിട്ട് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ കുറച്ച് ലേസർ കട്ട് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് ഷീറ്റിന്റെ വർക്കുകളും കൂടിയാണ് നമുക്ക് ഈ ഗേറ്റിൽ ഇനി ഫിനിഷ് ചെയ്യാനായിട്ട് ഉള്ളത്. അതുകൂടാതെ ഇവിടെ നമുക്ക് 2ആയിട്ട് തുറക്കാവുന്ന ഒരു ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ 2ആയിട്ട് 2 പീസായിട്ട് ചെയ്തിരിക്കുന്നത് 2ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന 2 പാളിയുടെ ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള ഒരു മതിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ കാണുന്ന ഒരു മതിൽ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മതിലിനകത്ത് നമുക്ക് കുറച്ച് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരാനുണ്ട്. അതുകൂടെ വന്നു കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതിനുള്ള ഹോൾഡറും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഫുള്ളായിട്ട് അവർ സ്റ്റോൺസ് വിരിച്ചിരിക്കുകയാണ്. ഇതിനിടയിലൊക്കെ നമുക്കിനി ഗ്രാസ് ഒക്കെ പിടിപ്പിക്കുന്ന കുറച്ച് വർക്കുകളും കൂടിയാണ് നടക്കാനുള്ളത്. ഈ ഒരു വീട്ടില് കാർ പോർച്ച് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ഒരു കാറാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. അതുകൂടാതെ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ കൂടെ നമുക്ക് നോക്കുവാണെങ്കിൽ ടോട്ടൽ ഒരു 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇതിന്റെ സൈഡിലേക്കൊക്കെ ഇനി ഒന്ന് പോയി നോക്കാം. കാർ പോർച്ച് നിങ്ങൾ കണ്ടു, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ പില്ലറൊക്കെ ആയിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് 5.5 സെന്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാർ പോർച്ചിന്റെ സൈഡിലൊക്കെ ആണെങ്കിലും വീടിന്റെ ബാക്കിലേക്ക് പോകാനൊക്കെ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട്. യാതൊരു കൺജഷനും ഇല്ലാതെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ പകുതിയോളം വരെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗം അവർ ചെയ്തിരിക്കുന്നത് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് വർക്കുകളും കൂടെ ക്ലിയർ ചെയ്ത് ഈ കണക്ഷനൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഫൈനൽ വർക്കുകൾ മാത്രമാണ് ഈ വീട്ടിലും തീരാനുള്ളത്. ഈ കാണുന്നത് വർക്ക് ഏരിയ സ്പേസ് ആണ്. അപ്പോൾ അവിടെ വരെ നല്ല രീതിയിൽ നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5.5 സെന്റ് സ്ഥലത്ത് ഇങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്കിയുള്ള ഇതിനെ പുറത്ത് കണ്ട കാഴ്ചകളേക്കാൾ അതിമനോഹരമാണ് അകത്തേക്ക് കാണാനിരിക്കുന്ന കാഴ്ചകൾ. പുറത്ത് ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതിന് ഇന്റീരിയർ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം നല്ല ഭംഗിയായിട്ടും അട്രാക്റ്റീവ് ആയിട്ടും ഒക്കെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. ഈ കാർ പോർച്ചിന്റെ സൈഡിലൂടെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തും ഇതുപോലെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. നമ്മൾ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെയൊക്കെ ആയിട്ട് അവർ ചെടികളൊക്കെ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ട് അവിടെ മണ്ണൊക്കെ ഇട്ട് ഭംഗിയായിട്ട് ചെടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, വീടിന്റെ ഈ ഒരു ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ടെക്സ്റ്റൈൽ വർക്കുകളും നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും ഇതുപോലെ ക്ലാഡിംഗ് സ്റ്റോൺസ് കൊണ്ട് മനോഹരമായിട്ടൊരു വോൾ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നല്ല ഭംഗിയുള്ള ഷോ ലൈറ്റുകളൊക്കെ വരാനുണ്ട്. ഇവിടെയും നമുക്ക് ചെടികളൊക്കെ നടാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വീടിന്റെ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇവിടെയൊക്കെ ബേബി മെറ്റൽ വിരിച്ചിരിക്കുന്ന വഴിയാണ്. ഈ വഴികളിലൂടെയൊക്കെ അത്യാവശ്യം 2 പേർക്കൊക്കെ നല്ല രീതിയിൽ കടന്നു പോകാനുള്ള വിട്ട് കൊടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഈ വീടിന്റെ ബാക്കിലേക്ക് ഇനിയും ഒരുപാട് സ്പേസ് കിടക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് ആയ നമ്മുടെ വെല്ല് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്ക് നമുക്ക് വെള്ളത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയ കിണറാണ്. അതൊരു വലിയ ആഴത്തിലുള്ളൊരു കിണറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോർമലി എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ട് പീരീഡ് ആണ്, നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഇവിടെ വെള്ളം കാണാം. അപ്പോൾ ഈ ഒരു കിണറിന്റെ ഭാഗമൊക്കെ ആണെങ്കിൽ പോലും അതിന് ചുറ്റിലൂടെ ആളുകൾക്ക് നടന്നു പോകാനുള്ള നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട്. ആ കാണുന്നത് വർക്ക് ഏരിയയുടെ എൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിണറുണ്ട്. കിണർ കൂടാതെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWയുടെ വാട്ടറും കൂടിയാണ്.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള സ്പേസ് ആണ് നമുക്ക് സിറ്റ് ഔട്ടിന് കിട്ടുന്നത്. ഈ ഒരു ഭാഗം വരെ മാത്രമല്ല, അവിടുന്ന് കുറച്ച് സ്പേസ് കൂടെ ഇങ്ങോട്ടേക്ക് നമുക്ക് സിറ്റ് ഔട്ടിനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു ചെയറോ അല്ലെങ്കിൽ ഒരു ചെറിയ ദിവാനോ ഒക്കെ ഇടാൻ പറ്റിയ വലിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഇതിന്റെ സിറ്റ് ഔട്ടിൽ കിട്ടുന്നത്. അതുകൂടാതെ ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ സിറ്റ് ഔട്ടിന്റെ നല്ല രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിന്റെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ടു, വൈറ്റ് തന്നെയാണ് അവർ മെയിൻ ബേസ് കോട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയായിട്ടൊരു ബ്രിക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലൂടെയൊക്കെ LED സ്ട്രിപ്സ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നത് നമ്മുടെ മെയിൻ ഡോർ ആണ്. അത്യാവശ്യം ഭംഗിയായ ഡിസൈനിലും ഇവിടെ 2 ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. 2 പീസിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇവിടുത്തെ ഫ്ലോർ തന്നെ നോക്കാം. ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള നീളത്തിലുള്ള വിട്രിഫൈഡ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ അതിനിടയിലെല്ലാം ചെറിയ ചെറിയ ഡിസൈനുകൾ വരുന്ന രീതിയിലും കൂടിയാണ് ടൈൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീടിന്റെ അകത്തേക്ക് നേരെ കയറി വന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. അപ്പോൾ ലിവിംഗ് സ്പേസിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്നത് ഈ കാണുന്ന TV യൂണിറ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ നല്ല PVC ഇതൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല തിളക്കമുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു കോട്ടിംഗ് ഒക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളൊരു TV യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് മാത്രമല്ല, നമുക്ക് അതിനകത്ത് ഓൾറെഡി ഒരു TV കൂടി അവരവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. TV ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ TV നമുക്ക് ഈ ഒരു ലിവിംഗ് റൂമിൽ മാത്രമല്ല ഇരുന്ന് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു സ്പേസ് ഇതുപോലെ തന്നെ റിവോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് റിവോൾവ് ചെയ്ത് തിരിച്ച് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഡൈനിങ് സ്പേസിൽ ഇരുന്നിട്ട് കൂടി നമുക്ക് വിസിബിൾ ആയ രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ജനറേഷനിലൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ TV കണ്ടു, അതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ പോവാതിരിക്കാനായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഇത് നേരെ റിവോൾവ് ചെയ്താൽ നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് TV കാണാനുള്ളതാണ്. ഈ ഒരു വീട് ഞാൻ പറഞ്ഞിരുന്നു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടേക്ക് കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു വലിയ കോർണർ സെറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വളരെ ഭംഗിയുള്ള ഒരു കോർണർ സെറ്റിയാണ്. വിത്ത് പില്ലോ കൂടെ കൂടിയിട്ടാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു റൂമിൽ ഫാൻ ഫെസിലിറ്റി എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലുള്ള റൂഫൊക്കെ നോക്കിയാൽ നിങ്ങൾ കാണാം, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അധികം എങ്ങും കാണാത്ത തരത്തിലുള്ള വർക്കുകളാണ് റൂഫിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ചുറ്റിനും LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ഇവിടുത്തെ ഈ ഒരു റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എയർ സർക്കുലേഷനുള്ള ഫെസിലിറ്റികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൂമിൽ 3 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോസിലും തന്നെ അവർ നല്ല ഭംഗിയുള്ള ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു കർട്ടനും കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഓൾറെഡി എല്ലാം ചെയ്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വോള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിൽവർ കളറിലുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ സെപ്പറേറ്റ് ഒരു പോർഷനിൽ നമുക്കൊന്ന് നോക്കി നിൽക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ആ ഒരു പ്ലേസിൽ മുഴുവനായിട്ട് അവർ ഫ്ലവറുകൾ വെച്ചിരിക്കുകയാണ്. താഴെ വന്നിട്ട് കുറച്ച് ഗ്ലാസിന്റെ ഭംഗിയുള്ള മോഡലുകൾ, പല പല കളറിലുള്ള ഭംഗിയുള്ള മോഡൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫയറിന്റെ ഒരു ഇതൊക്കെ പോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. അതിന് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവരവിടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിനും താഴെ 3 ബോക്സുകളായിട്ട് തിരിച്ചിട്ട് ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള കല്ലുകളൊക്കെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ ലിവിംഗ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം നമുക്കൊന്ന് നോക്കി നിന്ന് ആസ്വദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഷോ ലൈറ്റുകൾക്കൊക്കെ ആയിട്ട് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന TV യൂണിറ്റിന്റെ ആ ഒരു എൻട്രൻസ് അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡ് വരെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ കുറച്ച് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഓരോന്നിങ്ങനെ ഇട്ടിട്ടുണ്ട്, അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 6-7 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വലിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെയും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിലൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ അവർ ഫാൻ ഫെസിലിറ്റി ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു വോൾ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭംഗിയുള്ള വൈറ്റ് കളറിലുള്ള കുറച്ച് ഡിസൈൻ ഒക്കെ വരുന്ന വാൾപേപ്പർ ആണ് അവർ ചെയ്തിരിക്കുന്നത്.
ഡൈനിങ് സ്പേസിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഭാഗത്തെ വോള് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള പെർഗോള മോഡലിൽ കുറച്ച് ഗ്ലാസ് വർക്കുകളാണ് അവരുടെ ചെയ്തിരിക്കുന്നത്. ഈ വുഡൻ ഫ്രെയിമിനകത്തൊക്കെ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. പല പല ഡിഫറെന്റ് കളറുകൾ വരുന്ന ഗ്ലാസിന്റെ പല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ഹാളിന്റെ ഈ ഒരു കോർണർ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ ഫോൾസ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വാട്ടർ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫോൾ ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റില്ല, ബിക്കോസ് ജസ്റ്റ് അതിന്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കുറച്ച് ഫൈനൽ വർക്കുകളും കൂടിയാണ് ഇവിടെ നമുക്കിത് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വാട്ടർ ആ ഫോൾ ചെയ്യുന്ന സമയത്ത് വളരെ ഭംഗിയാണ് ഇതിലൂടെ ഒഴുകി പോകുന്നത് കാണാനായിട്ട്. അപ്പൊ നമുക്ക് വീടിനകത്തൊരു വെള്ളച്ചാട്ടവും കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ അവർ അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നമ്മളുടെ ഇൻവെർട്ടറും ഇൻവെർട്ടർ ബാറ്ററീസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ആ ഭാഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ സ്പേസുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു സൗകര്യം കൂടി അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിനുള്ളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ LED ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന് താഴെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെഡ്റൂം കാണാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ വലിയൊരു ബെഡ്റൂം ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു റൂമിൽ ഓൾറെഡി നിങ്ങൾക്ക് കാണാം കോട്ട് ഫെസിലിറ്റി എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരു കോട്ട് വിത്ത് കുഷനോട് കൂടിയിട്ടാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന് ചുറ്റിനും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന നമ്മുടെ ബെഡിന്റെ കോട്ടിന്റെ 2 സൈഡിലായിട്ടും വിൻഡോസ് ഉണ്ട്. അതുകൂടാതെ സിംഗിൾ വിൻഡോസും വരുന്നുണ്ട്. എല്ലാത്തിലും തന്നെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് അവരെല്ലാ കേർട്ടൺ വർക്ക്സും കഴിഞ്ഞിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയും ഇതുപോലെ ഒരു ചെറിയ വുഡൻ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും നല്ല പെയിന്റിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. അവിടേക്ക് നമുക്ക് ലൈറ്റിന്റെ കണക്ഷൻ കൊടുക്കാനുള്ള പോയിന്റും അടുത്ത് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നോക്കിയാലും കാണാം സീലിംഗിലൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഫാൻ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം ഒരുപാട് ഫെസിലിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്നതുമൊക്കെയായ ഒരുപാട് സൗകര്യങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിനിടയിലെല്ലാം തന്നെ അതിനിടയിലെല്ലാം തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു ഓപ്പൺ ഷെൽഫ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഡോറൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളിൽ കാണുന്നതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതിന്റെ ബാത്റൂമിന്റെ റൂഫിൽ നമുക്ക് വർക്കുകൾ കാണുന്നത് വളരെ റെയർ ആണ്. LED സ്ട്രിപ്പ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് കുളിക്കുന്ന സമയത്തൊക്കെ എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റികളൊക്കെയാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂമാണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയും അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു കോട്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് 2 ചെറിയ ടേബിളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വിൻഡോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലെയും എല്ലാ വിൻഡോസും നല്ല ഭംഗിയായിട്ട് തന്നെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാലും കാണാം അതിഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തതിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്. കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്നത് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളറിലാണ്. അതുപോലെ തന്നെ ഇതിന്റെയും റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു.
നമുക്കിനിയിപ്പോൾ ഡൈനിങ് സ്പേസിൽ നമ്മൾ കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ബേസിനാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിറ്റിങ്ങും സെറയുടെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ആ ഇരിക്കുന്ന വാഷ് ബേസിൽ ഇരിക്കുന്ന ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ഒരുപാട് കബോർഡ് ഫെസിലിറ്റികൾ അവർ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സുമാണ് അതിന്റെ എൻട്രൻസിൽ തന്നെ അവർ ഹാങ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചണിന്റെ എൻട്രൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിന്റെ എൻട്രൻസിൽ അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന മുകൾ ഭാഗത്തെല്ലാം തന്നെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിന്റെ ഓപ്പൺ കിച്ചണിന്റെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ അകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് കിച്ചണിന്റെ സറൗണ്ടിങ്സ് എല്ലാം തന്നെ ഒരു വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ബേസ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി അവർ ആ ഒരു ഗ്യാസിന്റെ സ്റ്റൗ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് പ്യുവർ ഫ്ലെയിംസിന്റെ ഒരു ചിമ്മിണി ഫെസിലിറ്റി കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു കബോർഡുകളെല്ലാം തന്നെ കിച്ചണിന്റെ തന്നെ ക്യാബിനറ്റ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ കാണാം, ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലെ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് 3 വിൻഡോസ് അവർ ചെയ്തിരിക്കുന്നത്. മുകളിലെ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ കബോർഡ് ഫെസിലിറ്റികൾ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തു കൂടി അവർ 2 വിൻഡോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് നോക്കിയാലും കാണാം, നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കിച്ചണിന്റെ ആണെങ്കിൽ പോലും റൂഫിൽ അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടി അവിടെ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് വർക്ക് ഏരിയയും അവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലാബ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ താഴെയൊക്കെ നമുക്ക് കബോർഡുകളായിട്ട് തിരിക്കാനുള്ള ധാരാളം സ്പേസും ഉണ്ട്. അവിടെ ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും കൂടിയാണ് ഇനി ഇടാറുള്ളൂ. ഇതിന്റെ മുകളിലും സൈഡിലും ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് വർക്ക് ഏരിയ സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാർ കൊണ്ടാണ് കവർ ചെയ്ത് സേഫ് ആക്കിയിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ കാണുന്ന ബോർഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ ഭംഗിയായിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിലുള്ള പെയിന്റുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിൽ 3 വിൻഡോസ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലേക്ക് നോക്കുമ്പോൾ കാണാം, വളരെ ഭംഗിയുള്ള റൂഫിംഗ് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷാൻലിയർ കൂടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു വലിയ ഹാളാണ്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വലിയ സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ അവിടെ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഭാഗത്തായിട്ട് ഒരു ഡോറ് കാണാം. ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമും ടോട്ടലി നോക്കുവാണെങ്കിൽ 3rd ബെഡ്റൂമുമാണ് ഈ കാണുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു ബെഡ്റൂമിനകത്ത് ഇവർ ഓൾറെഡി കോട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഡൗട്ടും വേണ്ട. നമ്മൾ സാധാരണ ഒരു റൂം കാണുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒരു കോട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര സ്പേസ് കിട്ടുമെന്നാണ് സാധാരണ എല്ലാവരും നോക്കുന്നത്. ഇവിടെ ഓൾറെഡി എല്ലാം തന്നെ അറേഞ്ച്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ഇവിടെ ആയിട്ടാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ 2 സൈഡിലും ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 2 ഭാഗത്തായിട്ടും ഇവിടെ ആയിട്ടൊക്കെയാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മിററുണ്ട്. എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ട് തന്നെയാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അതിന്റെ ഡോർ നോക്കിയാൽ കാണാം, അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് നോക്കിയാൽ കാണാം, റൂഫിലൊക്കെ LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബെഡ്റൂമിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല രീതിയിൽ തന്നെയുള്ള സിമ്പിൾ ആയിട്ടും എന്നാൽ എലഗന്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് റൂഫ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ വിൻഡോ കാണാം. അതുകൂടാതെ അതിനോട് അറ്റാച്ച് ചെയ്തൊരു ഡോറും ഉണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് വോള് കാണാം. നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് ഡിസൈൻ ആണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് വെച്ചിട്ടാണ്. ഇതിനുള്ളിലെല്ലാം തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാലും കാണാം, ബാൽക്കണി ആണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ റൂഫ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെയുള്ള ബാക്കിയുള്ള വില്ലകളുടെ എല്ലാം വർക്കുകൾ ഓൺഗോയിങ് ആണ്. എല്ലാത്തിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ വർക്കുകളെല്ലാം കൂടെ കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു വില്ല പ്രൊജക്റ്റിനകത്തായിരിക്കും നമ്മളിന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടുത്തെ ഒരു ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ബെഡ്റൂമിലൂടെ തിരിച്ച് വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി ഇവിടുന്ന് വന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നിങ്ങളൊരു ബെഡ്റൂം കണ്ടത്. അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ അവർ ചെറിയ ഒരു വർക്കിംഗ് ടേബിൾ ഫെസിലിറ്റി നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി കൂടി അവർ നമുക്ക് തരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ അതിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഭാഗത്ത് നമുക്കൊരു ഡോറ് കാണാം. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയ ആണെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു റൂം പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നമുക്ക് സെർവൻസിനൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് ഫിറ്റിംഗ്സും അറേഞ്ച്മെന്റ്സും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ടെറസ് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂട്ടിലിറ്റി റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. നമ്മൾ ഇതുവരെ കണ്ട ബെഡ്റൂമുകളെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. നമുക്ക് ഈ കോട്ടും കാര്യങ്ങളും ഇവിടുത്തെ വാർഡ്രോബ് ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ പോലും വളരെ വലിയൊരു സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കോട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലെയും പോലെ തന്നെ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ ഒരു സെയിം വോളിന്റെ ആ ഭാഗത്തുമൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്പണിങ്സ് ആണ് വിൻഡോസ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വാർഡ്രോബ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ റൂമിന്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ വളരെ വലിയ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഭംഗിയുള്ള നല്ല വർക്കുകളാണ് റൂഫിലൊക്കെ തന്നെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലുള്ള കോമ്പിനേഷനാണ് ടൈലുകൾക്കെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ഒരു വലിയ ഹാളാണ്. ഞാൻ പറഞ്ഞു ഒരു വളരെ വലിയ സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഹാളിനകത്ത് കിട്ടുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നീണ്ടു നിവർന്ന ഒരുപാട് വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് നോക്കി ഇരുന്നാൽ കാണാൻ അത്ര വർക്കുകളാണ് ഇതിന്റെ റൂഫിലൊക്കെ കൊടുത്തിരിക്കുന്നത്. 2 ഫാൻ ഫെസിലിറ്റികളാണ് ഈ ഭാഗത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും ഒരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓൾറെഡി നമ്മൾ ആ ഭാഗത്തൊരു ബാൽക്കണി സ്പേസ് കണ്ടു. അതുകൂടാതെ ഇവിടെയും നമുക്കൊരു വലിയ ബാൽക്കണിയാണ് കിട്ടുന്നത്. ഈ ഒരു ബാൽക്കണി ഇങ്ങനെ എൽ ഷേപ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇതൊക്കെ ഫുള്ളായിട്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ടിട്ട് അടിയിലൊക്കെ ടഫിന്റെ ഗ്ലാസ് ചെയ്തിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് സൺലൈറ്റ് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് അതിനായിട്ട് എടുക്കാം. ചെടിച്ചട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നതിന് ഈ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ പുറത്തൊക്കെ നോക്കിയാലും കാണാം നല്ല ഭംഗിയിലും അട്രാക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ഷോ ലൈറ്റ്സ് ആണ് ഈ ഒരു വീടിന്റെ എല്ലാ ഭാഗത്തും തന്നെ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിന്റെ കാണേണ്ടതായിട്ടുള്ള എല്ലാ കാഴ്ചകളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഏകദേശം 10ഓളം വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. ഈ ഒരു വില്ല മാത്രമാണ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെയിലിന് റെഡി ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ കാണുന്ന വില്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോകളിലും ഓരോന്നോരോന്ന് എടുത്തു പറയുന്നില്ല. ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം ഇൻഫോ പാർക്കിലേക്കും കാക്കനാട് കളക്ടറേറ്റിലേക്കൊക്കെ ഏകദേശം 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. നമുക്ക് ഇടപ്പള്ളി ലുലുവിലേക്കാണെങ്കിലും എറണാകുളത്തേക്കൊക്കെ നിമിഷ നേരം കൊണ്ട് എത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 5.5 സെന്റ് ലാൻഡിലാണ്. 5.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2450 ആണ്. 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3-4 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,40,00,000 രൂപയാണ്. 1.40 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലൊരു ഫുള്ളി ഫർണിഷ്ഡ് വീട് ഇതേ സ്ഥലത്ത് തന്നെ തേവയ്ക്കൽ ഇതിനു മുമ്പ് കൊടുക്കാനിട്ടിരുന്നു, ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ. പക്ഷെ അത് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് പലരും എൻക്വയറി വന്നപ്പോഴേക്കും ആ വീട് സെയിലായി പോയിരുന്നു. അപ്പൊ ഇതുപോലെ എല്ലാ ഫെസിലിറ്റികളോടും കൂടി മനോഹരമായ വീടുകൾ അധികം നാളുണ്ടാവില്ല, അത് പെട്ടെന്ന് തന്നെ സെയിലായി പോകും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ട് റേറ്റും കൂടെ നിങ്ങൾക്ക് കിട്ടി നല്ലൊരു പ്രൈസിൽ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ലോൺ
ഫെസിലിറ്റി ആവശ്യമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 1,40,00,000 ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്ത മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.